ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഒരാൾക്ക് മാത്രം എന്താണ് ഈ പ്രസക്തി? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം മാത്രമേ നിങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതേസമയം ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള നിരവധി ആളുകൾ ആ സഭയിൽ ഇരിക്കുകയാണ്. ആ സഭയിൽ ട്രഷറി ബെഞ്ചിൽ അപ്പുറത്തിരിപ്പുണ്ട്. അവരുടെ കാര്യം ഒന്നും നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുകയാണ് എന്ന് ദയവായി നിങ്ങൾ കാണരുത്. പക്ഷേ ഇത് എല്ലാവർക്കും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്കും അതുപോലെ അവകാശമുണ്ട് എന്നുള്ള പ്രസക്തിയായിട്ടാണല്ലോ ഇന്ന് അവര് സഭയിൽ ഇരിക്കുന്നത്. അപ്പോൾ അവർ സഭയിൽ ഇരിക്കുമ്പോൾ ഒരാളിനെ മാത്രം, ഒരു ചെറുപ്പക്കാരനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇത്തരത്തിലൊരു ആരോപണം വന്നതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിക്കാണ് സംരക്ഷണം ഒരുക്കുമെന്ന് പറയുന്നത്. അല്ല, ഇത്ര ഒരു ആരോപണം വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉചിതമായ ഒരു തീരുമാനമാണ് എടുത്തത്. ആ ഉചിതമായ തീരുമാനം ഞങ്ങൾ ആ ചെറുപ്പക്കാരൻ വഹിച്ചിരുന്ന സ്ഥാനം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഈ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തോട് അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ രാഹുൽ അപ്പോൾ തന്നെ രാജി നൽകുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. തുടർന്നുള്ള കാര്യങ്ങൾ ഞങ്ങളല്ലേ, ഞങ്ങളുടെ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. അതല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയാണോ തീരുമാനിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി ഗോവിന്ദൻ മാസ്റ്റർ പലതും പറയുന്നുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് കേട്ട് ഞങ്ങളുടെ പ്രവർത്തനമായി ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പോയില്ല. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമല്ല കോൺഗ്രസോ UDF മുമ്പോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. ഇപ്പോൾ LDF ലൈംഗിക ആരോപണം നേരിടുന്നവരൊക്കെ സംരക്ഷിക്കുന്നു, അതുകൊണ്ട് UDF അങ്ങനെ സംരക്ഷിക്കാം എന്നൊരു സന്ദേശമല്ലേ നൽകുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവർക്കും നീതി ഒരുപോലാണ്. അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസ് വല്ലതും എടുത്തോ? കേസൊന്നും എടുത്തില്ലല്ലോ. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞങ്ങൾ ഒരു തീരുമാനം, ഞങ്ങൾ ജനാധിപത്യ വ്യവസ്ഥിതി അനുസരിച്ച് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് മുതിർന്ന നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊന്ന് മാറി നിൽക്കണമെന്ന് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. അത് ശരിയാണ്, ഞങ്ങളില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു പരാതിയുണ്ടോ? പരാതിയാവുന്നുമില്ല. പരാതി ഇല്ലാതെ അല്ലെങ്കിൽ കേസുകൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് കേസെടുക്കുന്നത്? കേസെടുക്കട്ടെ, കേസെടുക്കുന്നതിന് അവിടെ വെച്ച് കണ്ടാൽ പോരെ. ഇത്തരം ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് പറഞ്ഞു വരുന്നത്.